ഹായ്. കൃതിക ഉദയനിധിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ കാതലിക്ക് നേരമില്ലേ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ രവി മോഹൻ, നിത്യ മേനോൻ, അതേപോലെ ലാൽ, പിന്നെ വിനയ് റോയ്, യോഗി ബാബു, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ മുഴുനീളമുള്ളത്. അപ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ എന്തെന്നല്ലേ? അപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്, അതായത് സിനിമ തുടങ്ങുന്നത് കഥാനായികയുടെ കഥയിൽ നിന്നാണ്. അതായത് കഥാനായികക്ക് ഒരു പ്രണയം ഉണ്ടാവുന്നു. ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്ന ആ സമയത്ത്, അതായത് ഇവരുടെ എൻഗേജ്മെന്റ് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലേക്കൊന്നും ആദ്യം അത്ര ഒരു ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിന്റെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ കഥാനായിക, അതായത് നമ്മുടെ നായിക, ഈ കാമുകന്റെ അടുത്ത് പോകുന്ന സമയത്ത്, കാമുകന്റെ ഫ്ലാറ്റിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കാമുകന്റെ അവിഹിതം കണ്ടുപിടിക്കുകയും ആകെ തകർന്ന് തരിപ്പടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ കഥാനായികക്ക് ഒരു ഐഡിയ ഉണ്ടാവുന്നത്. അതായത് കല്യാണം കഴിച്ചിട്ട് തന്നെ കൊച്ചുങ്ങൾ ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതിന് വേറൊരു സംഭവം കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ആശാനോട് സംഭവം കണ്ടുപിടിക്കുന്നു. ആ ഒരു രീതിയിൽ ആള് ഗർഭിണിയാവുന്നു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നായകന്റെ കഥയിലോട്ട് വരുമ്പോഴും നായകന്റെ കഥയിലും ഈ പറഞ്ഞ പോലെ നായകന് കൊച്ചുങ്ങൾ ഉണ്ടാവാൻ താല്പര്യമില്ല. അതായത് പോപ്പുലേഷൻ കൂട്ടണ്ട എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയുമായിട്ടാണ് നായകന്റെ കഥാപാത്രം പോകുന്നത്. അപ്പൊ നായകന്റെ കാമുകിക്കോ അവൻ പറഞ്ഞിട്ടുണ്ടാകും കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്റെ ഫ്രണ്ട്സുകളും കൂടിയിട്ട് ഇത് സ്പാം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ നായകന്റെ കാമുകി അറിയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് കാമുകി വരാണ്ടിരിക്കുകയും അവിടെ ഡിപ്രഷൻ അടിച്ചിട്ടുള്ള കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നായിക കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഈ നായിക കഥാപാത്രത്തെ കണ്ടുമുട്ടി ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി. അതും ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് നായിക ബാംഗ്ലൂരിലോട്ട് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു സ്പാം കിട്ടിയത് ആരാന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് നായിക ബാംഗ്ലൂരിലോട്ട് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ നായക കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും അവരുടെ ഫാമിലിയുമായിട്ട് പരിചയപ്പെടുന്നതും. അങ്ങനെ അങ്ങനെ ഇതെല്ലാം പരിചയപ്പെട്ട് ഏകദേശം ഒരു നല്ലൊരു ഡീപ്പിലോട്ട് എത്തുന്ന സമയത്താണ് നായകന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതും നായിക അവിടെ നിന്നിട്ട് തിരിച്ച് ചെന്നൈയിലോട്ട് പോകുന്നതും. ചെന്നൈയിലാണ് നായികയുടെ സ്ഥലം വരുന്നത്. അങ്ങനെ അവിടുന്ന് അത്രയാണ് ഹാഫ് ടൈം വരെയുള്ള കഥ വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ടും കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഹാഫ് ടൈമിന് ശേഷം കാണിക്കുന്നത് ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഹാഫ് ടൈമിന് ശേഷം പിന്നെയുള്ളത് 8 വർഷമാണ്. 8 വർഷങ്ങൾക്ക് ശേഷം ഈ നമ്മുടെ ഈ കഥാനായകൻ ചെന്നൈയിലോട്ട് ജോലി സംബന്ധമായിട്ട് വരുന്നുണ്ട്. അവിടെ വെച്ച് വീണ്ടും ഇവർ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇവൾക്കൊരു കൊച്ചുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഇവൾക്കൊരു കൊച്ചുണ്ട് കാര്യങ്ങളൊക്കെ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നായിക പറയുന്നുണ്ട്. ഞാനൊന്ന് വന്നപ്പോൾ എനിക്ക്, അതായത് ഞാൻ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഗർഭിണിയായി എന്നുള്ളതൊന്നും സിനിമയില് നായകനോട് പറയുന്നില്ല. അങ്ങനെ ഇവര് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മുടെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന വിനയ് റോയ് ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ സിനിമ കണ്ടവർക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വീണ്ടും ഇവര് നല്ല ഫ്രണ്ട്ഷിപ്പ് രീതിയിലോട്ട് പോയിരിക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും ഒരുപോലത്തെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെറിയ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അവർ തമ്മിലുണ്ടെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിന് കണക്കുമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ നായകന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വീണ്ടും വരുന്നത്. അങ്ങനെ എക്സ് ഗേൾ ഫ്രണ്ട് വന്ന് ആ സമയത്ത് ഇവർ തമ്മിലുള്ള ചെറിയ ഒരു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നമ്മുടെ AR റഹ്മാൻ സാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ചിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, അതായത് ഈ കൊച്ച് ഇവന്റേതാണെന്നുള്ളതും അല്ലെങ്കിൽ ഇവന്റെ കൊച്ചാണെന്നുള്ളതും ഇവനാണ് കൊച്ചിന്റെ അച്ഛൻ എന്നുള്ളതൊന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ഭാഗങ്ങൾ കുറച്ച് ബോറടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ അഭിപ്രായം
എന്നോട് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.